नमो ओम विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमदे जयपताकस्वामी निति नामिने नमो आचार्यपदाय निताय कृपदायिने जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता श्रीवासादि भक्तवृंद हरे कृष्ण 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 हरे हरे राम राम हरे हरे जय जय श्री चैतन्य जय नित्यानंद जय वेद चंद्र जय गौर भक्तवृंद हरे कृष्ण ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈതന്യ ചരിതാമൃതം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആദിലീല അധ്യായം 10 ശ്ലോകം 51 മുതലാണ്. ചികിത്സാകരേണയാരേ ഹൈലാം യോഗ ഭവ മുരാരിയുക്തന്റെ ചികിത്സയിലൂടെ അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ രോഗികളുടെ ശരീരവും ആത്മീയവുമായ രോഗങ്ങൾ ഭേദപ്പെട്ടു. ഇവിടെ നമ്മള് വായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകളാണ്. അതില് നമ്മള് മുരാരിഗുപ്തൻ കുറിച്ചാണ് ഇത് പറയുന്നത്. മുരാരിഗുപ്തൻ 21ാമത് ശാഖയാണ്. മുരാരിഗുപ്തന്റെ ചികിത്സയിലൂടെ അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ രോഗികളുടെ ശാരീരികവും ആത്മീയവുമായ രോഗങ്ങൾ ഭേദപ്പെട്ടു എന്ന് പറയുന്നു. ഭാവാർത്ഥം, മുരാരിഗുപ്തന് ശാരീരികവും ആത്മീയമായ രോഗങ്ങൾ ചികിത്സിക്കാൻ കഴിയും. കാരണം അദ്ദേഹം തൊഴിൽപരമായി വൈദ്യനും ആത്മീയ ഔന്നത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മഹാഭക്തനുമായിരുന്നു. മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള സേവനത്തിൽ മാതൃകയാണിത്. മനുഷ്യ സമൂഹത്തിൽ 2 തരത്തിലുള്ള രോഗങ്ങളുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നു. ആധ്യാത്മികം അല്ലെങ്കിൽ ഭൗതിക രോഗം എന്ന് വിളിക്കപ്പെടുന്ന ഒരു രോഗം ശരീരത്തെ ബാധിക്കുന്നതാണ്. പക്ഷെ ഇതിലും പ്രധാനമായ രോഗം ആത്മീയമാണ്. ജീവാത്മാവ് ശാശ്വതനാണ്. പക്ഷെ ഏതോ വിധത്തിൽ ഭൗതിക ശക്തിയുമായി സമ്പർക്കത്തിലാകുമ്പോൾ അവന് ജനനം, മരണം, വാർദ്ധക്യം, രോഗം ഇവയുടെ ആവർത്തനത്തിന് വിഷയപ്പെട്ടിരിക്കുന്നു. ആധുനിക കാലത്തെ ഭിഷഗ്വരന്മാർ മുരാരിഗുപ്തനെ നിന്ന് പാഠം പഠിക്കണം. ഇന്നത്തെ ജനസേവകരായ ഭിഷഗ്വരന്മാർ ബൃഹത്തായ ആശുപത്രികൾ തുറക്കുന്നുണ്ടെങ്കിലും ജീവാത്മാവിന്റെ പവരോഗം ചികിത്സിക്കുന്നതിന് ഇന്ന് ആശുപത്രികളില്ല. കൃഷ്ണാബോധ പ്രസ്ഥാനം ഈ രോഗം ഭേദമാക്കുന്നതിനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ ജനങ്ങൾ അതിനെ അത്ര കണ്ട് വിലമതിക്കുന്നില്ല. എന്തെന്നാൽ ഈ രോഗം എന്താണെന്ന് പോലും അവർക്കറിയില്ല. രോഗബാധിതനായ ഒരു വ്യക്തിക്ക് ശരിയായ ഔഷധവും ആഹാരവും ആവശ്യമാണ്. അതിനാൽ കൃഷ്ണാബോധ പ്രസ്ഥാനം പവരോഗമുക്തരായ ജനങ്ങൾക്ക് ദിവ്യനാമത്തിന്റെ അഥവാ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ജപമാകുന്ന ഔഷധവും പ്രസാദഭക്ഷണവും വിതരണം ചെയ്യുന്നു. ശാരീരിക രോഗങ്ങൾ ഭേദപ്പെടുത്തുവാൻ ധാരാളം ആശുപത്രികളും വൈദ്യസംബന്ധികളായ ചികിത്സാലയങ്ങളും ഉണ്ട്. പക്ഷെ ജീവാത്മാവിന്റെ ഭൗതിക അസ്തിത്വമാകുന്ന രോഗം ഭേദപ്പെടുത്തുന്നതിന് അത്തരത്തിലുള്ള ആശുപത്രികളൊന്നുമില്ല. കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രങ്ങൾ മാത്രമാണ് മനുഷ്യന്റെ ജനന മരണങ്ങൾക്കും വാർദ്ധക്യ രോഗത്തിനും സമർത്ഥമായ പ്രതിവിധി നൽകുന്ന ചികിത്സാലയം. ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മള് ഭക്തി വിനോദ് മഹാരാജൻ സ്വാമിയുടെ നിന്ന് നമ്മള് കേട്ടതാണ് ശിഷ്ടാഷ്ടകത്തിന്റെ മഹാത്മ്യം, അതുപോലെ നാമത്തിന്റെ മഹാത്മ്യവും ഒക്കെ. ഇവിടെ പ്രഭുപാദ് പറയുന്നത് ഭോഗം, കാരണം നമ്മൾ ഇന്ന് ഭൗതിക ലോകത്തില് ജീവിക്കുന്നു. പക്ഷെ
അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ അസുഖം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശാരീരികമായിട്ടുള്ള അസുഖം നമുക്കുണ്ട്, പക്ഷെ അത് നമ്മൾ ഡോക്ടറുടെ സഹായത്തോടെ ചികിത്സിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പറയുന്നത് നമുക്ക് 4 തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചികിത്സയില്ല എന്ന് പറഞ്ഞാല് എന്താണ് ആ 4 തരത്തിലുള്ള പ്രശ്നങ്ങൾ? ജന്മ, മൃത്യു, ജരാതി. ജനനം, മരണം, രോഗം, വാർദ്ധക്യം. ഇത് ഒരു ഡോക്ടർക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതല്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാം? പുനർജന്മം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ആത്മീയ ജീവിതം. ഇവിടെ പറയുന്നത് നമ്മള് കൃഷ്ണാബോധ പ്രസ്ഥാനമാണ്. അത് പവരോഗബാധിതരായ ജനങ്ങൾക്ക് ദിവ്യനാമത്തിന്റെ അഥവാ ഹരേ കൃഷ്ണ മഹാമത്തിന്റെ ജപമാകുന്ന ഔഷധവും പ്രസാദവും വിതരണം ചെയ്യുന്നത്. അപ്പൊ ശരീരത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കണം, പക്ഷെ ആത്മാവിന് വേണ്ടി നമ്മള് നാമം ജപിക്കണം, അല്ലെങ്കിൽ ഭക്തിയുത സേവനം, ഭഗവാന്റെ സേവനം ആവശ്യമാണ്. പക്ഷെ ഇന്ന് ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും അവര് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം അവര് നിർദ്ദേശിക്കില്ല. അവർക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ലതാണ്. നമുക്ക് ഇസ്കോണിന്റെ ഹോസ്പിറ്റൽ ഉണ്ട്, ഭക്തിവേദാന്ത ഹോസ്പിറ്റൽ ഒക്കെ. അപ്പൊ അവിടെ രോഗികൾ വരുമ്പോ അവർക്ക് എന്താണ് ഈ രോഗത്തിനുള്ള കാരണം, കർമ്മഫലങ്ങളെ കുറിച്ച് അവർക്ക് വിശദീകരണം കൊടുക്കുന്നുണ്ട്. അതുപോലെ അവിടെ ഭഗവത്ഗീത വായിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നാമം, പ്രഭുപാദയുടെ മന്ത്രം അവിടെ 24 മണിക്കൂറും ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാം അവർക്ക് തിരിച്ച് ആ ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോൾ ആദ്യമായിട്ടുള്ള ഒരു ബോധം ലഭിക്കുന്ന രീതിയിലാണ് നമ്മുടെ ചികിത്സ രീതികൾ. മനുഷ്യന്റെ ജനന മരണങ്ങൾക്ക് അപ്പുറം വാർദ്ധക്യത്തിനും രോഗത്തിനും സമർത്ഥമായ പിടി നൽകുന്ന ചികിത്സാലയം. അപ്പൊ ഇവിടെ മുരാരി ഗുപ്തൻ സാധാരണ ഒരു ഡോക്ടർ അല്ലായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ ഒരു ഭക്തനായിരുന്നു. മുരാരി ഗുപ്തൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഹനുമാന്റെ അവതാരമാണ്. അപ്പൊ അദ്ദേഹം ഭഗവാന്റെ നാമം ജപിക്കുന്ന വ്യക്തിയാണ്, ആത്മീയമായി ഏറെ പുരോഗമിച്ച വ്യക്തിയാണ്. അപ്പോ അദ്ദേഹം ഭൗതികമായിട്ടുള്ള മാത്രമല്ല ആത്മീയമായിട്ടുള്ള ചികിത്സയും അദ്ദേഹം നൽകുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ ഡിവോട്ടി ഡോക്ടേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. 52ാമത്തെ ശ്ലോകം. ശ്രീമാൻ സേവപ്രഭുര സേവക പ്രധാന ചൈതന്യ ചരണ വിരുനാഹി ജാനേ ആന. ചൈതന്യ വൃക്ഷത്തിന്റെ 22ാമത്തെ ശാഖയാണ് ശ്രീമാൻ സേനൻ. ചൈതന്യ ഭഗവാന്റെ വിശ്വസ്തരായ ഭൃത്യനായിരുന്നു. അവിടുത്തെ ചരണങ്ങളെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അദ്ദേഹത്തിന് അറിവുണ്ടായില്ല. ശ്രീമാൻ സേനൻ നവദ്വീപ് വാസിയും ചൈതന്യ ഭഗവാന്റെ ഒരു സന്തത സഹചാരിയുമായിരുന്നു. ഇതുവരെ നമ്മൾ കേട്ടത് 21 ശാഖകളാണ്. അതിൽ 20ാമത്തത് ഹരിദാസ് ഠാക്കൂർ നമ്മൾ വായിച്ചു. 19ാമത്തെ വാസുദേവ ദത്തൻ, അതുപോലെ നന്ദനാചാര്യൻ, ശുക്ലാ ബ്രഹ്മചാരി, ശ്രീമാൻ പണ്ഡിതൻ, നാരായണ പണ്ഡിതൻ, അങ്ങനെ പോകുന്നു. അപ്പൊ ഇവിടെ അടുത്തത് 23ാമത്തെ കുറിച്ചാണ് പറയുന്നത്. ശ്രീ ഗദാധരദാശാഖ സർവോപരി കാജി ഗണേരമുഖേ ഹരി. 23ാമത്തെ ശാഖയായ ശ്രീ ഗദാധരദാസൻ ഏറ്റവും ഉന്നതനായി അറിയപ്പെടുന്നു. എന്തെന്നാൽ അദ്ദേഹം എല്ലാ മുസ്ലിം കാസിമാരെയും ഭഗവാന്റെ ഹരിനാമം കീർത്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗദാധരദാസൻ അദ്ദേഹം മുസ്ലിം കാസിമാരെയൊക്കെ ഭഗവാന്റെ നാമം ജപിക്കുമായിരുന്നു. കൽക്കട്ടയിൽ നിന്ന് 8-10 മൈൽ ദൂരെ ഗംഗയുടെ തീരത്ത്
എൻഡിയദഹ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട്. ശ്രീ ഗദാധരദാസൻ ഈ ഗ്രാമവാസിയായി അറിയപ്പെടുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ അന്തർദാനത്തിന് ശേഷം ഗദാധരദാസൻ നവദ്വീപിൽ നിന്നും ഖട്വയിലേക്ക് പോയെന്ന് ഭക്തി രത്നാകരം, അതായത് 7ാം തരംഗം നമ്മെ അറിയിക്കുന്നു. അനന്തരം അദ്ദേഹം എൻ ഡി യാദഹയിൽ നിന്നും വന്ന് താമസം മാറ്റി. അദ്ദേഹം ശ്രീമതി രാധാറാണിയുടെ ശരീര തേജസ്സായി പറയപ്പെടുന്നു. അപ്പോൾ രാധാറാണിയുടെ ഇൻകാർണേഷൻ ആണ് ഗദാധരദാസ് പണ്ഡിറ്റ്. ഗദാധര പണ്ഡിത സ്വാമി ശ്രീമതി രാധാറാണിയുടെ അവതാരമാണെന്നതുപോലെ ചൈതന്യ മഹാപ്രഭു രാധാഭാവദ്യുതി ശിവലിത, അതായത് ശ്രീമതി രാധാറാണിയുടെ മനോവികാരങ്ങളോടും ശരീരകാരോടും കൂടിയവനെന്ന് വിശേഷിക്കപ്പെടാറുണ്ട്. ഗദാധരദാസൻ ഈ വിദ്യുതി അഥവാ കാന്തിയാണ്. അദ്ദേഹം ശ്രീമാന്റെ ഒരു ശക്തി വിസ്തരണമാണെന്ന് ഗൗരവ ഗണേശ ദീപികയിൽ 184 വിശദീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ശ്രീഹരിയുടെ നിത്യാനന്ദ പ്രഭുവിന്റെയും സഹചാരനായി ഗണിക്കപ്പെടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തനെന്ന നിലയിൽ അദ്ദേഹം കൃഷ്ണ ഭഗവാൻ യുഗള ബ്രഹ്മചാരികളിൽ ഒരുവനായി, നിത്യാനന്ദ ഭഗവാന്റെ ഭക്തനെന്ന നിലയിൽ പരിശുദ്ധ ഭക്തിയുടെ സേവനത്തിൽ കൃഷ്ണന്റെ സുഹൃത്തുക്കളിൽ ഒരുവനായി പരിഗണിക്കപ്പെടുന്നു. നിത്യാനന്ദ ഭഗവാന്റെ സഹചാരി ആയിരുന്നുവെങ്കിലും അദ്ദേഹം ഗോപകുമാരന്മാരിൽ ഉൾപ്പെട്ടിരുന്നില്ല. പകരം അദ്ദേഹം മാധുര്യ പ്രേമത്തിന്റെ അതീന്ദ്രിയ രസത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. അദ്ദേഹം കട്വായിൽ ശ്രീ ഗൗരസുന്ദരന്റെ ക്ഷേത്രം നിർമ്മിച്ചു. നമുക്കറിയാം രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്ലാദിനി ശക്തിയാണ്. അപ്പൊ ഭഗവാന് ആനന്ദം നൽകുന്ന രാധാറാണി. അപ്പൊ രാധാറാണിയുടെ വിസ്തരണമാണ് ഗദാധര പണ്ഡിറ്റ്. അപ്പോ മാധുര്യ പ്രേമം, അതായത് മാധുര്യ രസം ആസ്വദിക്കുക. ശതാബ്ദം 1434 AD 1512 ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനെ ബംഗാളിൽ സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ ചുമതല ഏർപ്പെടുത്തുമ്പോൾ ഗദാധരദാസൻ നിത്യാനന്ദ പ്രഭുവിന്റെ പ്രധാന സഹായികളിൽ ഒരാളായിരുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്യാൻ എല്ലാവരുടെയും അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിച്ചു. ഗൗരദാസന്റെ ലളിതമായ പ്രചാരണ രീതി സമൂഹത്തിൽ ഏത് സ്ഥാനത്തുള്ള ഏതൊരാൾക്കും എല്ലാവർക്കും പിന്തുടരാവുന്നതാണ്. ഒരുവൻ നിത്യാനന്ദ പ്രഭുവിന്റെ ആത്മാർത്ഥതയും ഗൗരവമുള്ള ദാസനായിരുന്നു കൊണ്ട് ഈ സമ്പ്രദായത്തെ വീട് വിടാന്തരം വളരെ ലളിതമായി പ്രചരിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെയും പ്രഭുപാദര് പറയുന്നത് ഗദാധര പണ്ഡിറ്റെ നമ്മൾ മാതൃക ആക്കണം എന്നാണ്. ഗദാധര ദാസ് പ്രഭു ഹരിനാമ കീർത്തന സമ്പ്രദായം പ്രചരിപ്പിക്കുന്ന വേളയിൽ സങ്കീർത്തന പ്രസ്ഥാനത്തോട് വളരെയധികം എതിർപ്പുള്ള ഒരു നീതിപതി അവിടെ ഉണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ കാലടിയിൽ പിന്തുടർന്ന് ഗദാധര ദാസ് പ്രഭു ഒരു രാത്രിയിൽ കാശിയുടെ വസതിയിൽ പോവുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കാശി മറുപടി പറഞ്ഞു, ശരി, ഞാൻ നാളെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഇത് കേട്ട് ഗദാധരദാസൻ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് നാളെ? നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ദയവായി തുടരൂ. കാശിയോട് ആദ്യമായി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ പറഞ്ഞത് ഗദാധര പണ്ഡിറ്റാണ്. ഗൗര ഗണേശ ദീപികയിൽ 154-55 ശ്ലോകം പറയുന്നു, രാധാ വിഭൂതി രൂപയ ചന്ദ്രികാന്തിപുരവ്രജേ ശ്രീ ഗൗരംഗാ നികടേ ദാസവംശ്യോ ഗദാധര പൂർണ്ണാനന്ദ ഭജേയാസീത് ബലദേവ പ്രിയ ഗ്രഹണി സാഭീകാര്യവശാദേവ പ്രാവിശത്തം ഗദാധരം. ഈ ഗദാധരദാസൻ ശ്രീമതി രാധാറാണിയുടെ തേജസ്സായ ചന്ദ്രകാന്തിയുടെയും ബലരാമന്റെ പരമപ്രിയ സഖിമാരിൽ അഗ്രഗണ്യായ പൂർണ്ണാനന്ദയുടെയും സംയുക്ത രൂപമാണെന്ന് കരുതപ്പെടുന്നു. അപ്രകാരം ഗദാധരദാസ് പ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യാനന്ദ പ്രഭുവിന്റെയും സഹചാരികളിൽ ഒരുവനായിരുന്നു. ഒരിക്കൽ ഗദാധരദാസ് പ്രഭു നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം ജഗന്നാഥ്പുരിയിൽ നിന്നും ബംഗാളിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വയം മറന്ന് ബ്രജഭൂമിയിലെ ഒരു തൈര് വിൽപ്പനക്കാരി പെൺകുട്ടിയെ പോലെ ഉറക്കെ സംസാരിക്കുകയും
നിത്യാനന്ദ പ്രഭു ശ്രദ്ധിക്കുകയും ചെയ്തു. മറ്റൊരിക്കൽ ഗോപികമാരുടെ ഹർഷോന്മാദത്താൽ മുഴുകുന്നതിനിടയിൽ അദ്ദേഹം ഗംഗാജലം നിറഞ്ഞ ഒരു പൂജ ശിരസിലേന്തി പാൽ വിൽക്കുന്നത് പോലെ പെരുമാറി. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോകുന്നതിനിടയിൽ രാഘവ പണ്ഡിതന്റെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗദാധരദാസൻ അവിടെ നിന്ന് ദർശിക്കാൻ പോവുകയും സന്തോഷത്തിലായ ചൈതന്യ മഹാപ്രഭു തന്റെ പാദം അദ്ദേഹത്തിന്റെ ശിരസിൽ വെക്കുകയും ഉണ്ടായി. ഗദാധരദാസ് പ്രഭു എൻഡിയദഹ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആരാധിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ബാലഗോപാല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ശ്രീ മാധവഘോഷൻ നിത്യാനന്ദ പ്രഭുവിന്റെയും ഗദാധരദാസിന്റെയും സഹായത്തോടു കൂടി ഗാനഖണ്ഡം എന്നൊരു നാടകം അവതരിപ്പിച്ചു. ഇത് ചൈതന്യ ഭാഗവതത്തിൽ അന്ത്യലീല 5:318-94 വിശദമാക്കിയിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും ഗദാധര പണ്ഡിറ്റ് അതായത് രാധാറാണിയെ പോലെ അല്ലെങ്കിൽ ഗോപികമാരെ പോലെ പെരുമാറി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തൈര് വിൽപ്പനക്കാരിയാകുകയും ഗംഗാജലം കൊണ്ടുവന്ന് ശിരസിലെ പൂജയിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് പാസ്റ്റ് ടൈംസ് ഇവിടെ എടുത്ത് പറയുന്നു. ഗദാധരദാസന്റെ സമാധി സ്ഥിതി ചെയ്യുന്ന എൻഡിയദഹ ഗ്രാമം സംയോഗി വൈഷ്ണവരുടെ നിയന്ത്രണത്തിലായിരുന്നു. പിൽക്കാലത്ത് അത് കാൽസ പട്ടണത്തിലെ സിദ്ധ ഭഗവാൻ ദാസ് ബാബാജിയുടെ നിയന്ത്രണത്തിലായി. അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം കൽക്കട്ടയിലെ നാരി കേലാഡാങ്കയിലെ ഒരു അഭിജാത മല്ലിക കുടുംബത്തിലെ ശ്രീ മധുസൂദന മല്ലിക് അവിടെ ബംഗാളി വർഷം അതായത് 1856 അതായത് AD 1849 പാടാവാടി മഠം സ്ഥാപിച്ചു. അദ്ദേഹം ശ്രീ രാധാകാന്തമൂർത്തിയുടെ ആരാധനയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന്റെ പുത്രൻ ബാലായി ചാന്ദ മല്ലിക് അവിടെ ബംഗാളി വർഷം 1312 AD 1905 അതായത് ഗൗർനിത്തായ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. അപ്രകാരം ക്ഷേത്രത്തിന്റെ സിംഹാസനത്തിൽ ഗൗരംഗ നിത്യാനന്ദ വിഗ്രഹങ്ങളും രാധാകൃഷ്ണ വിഗ്രഹങ്ങളുമാണുള്ളത്. സിംഹാസനത്തിന് താഴെ സംസ്കൃതത്തിൽ എഴുതിയ ഒരു ശിലാസന ഫലകവുമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഗോപേശ്വര രൂപത്തിൽ ശിവന്റെ ചെറിയൊരു വിഗ്രഹവുമുണ്ട്. പ്രവേശന ദ്വാരത്തിലെ വശത്തുള്ള ശിലയിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്. സാധാരണ ഗൗരമണ്ഡല പരിക്രമിലൊക്കെ ഈ സ്ഥലങ്ങള് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് നവദ്വീപ് മണ്ഡല പരിക്രം, ഇനിയൊന്ന് ഗൗരമണ്ഡല പരിക്രം. അപ്പോ നവദ്വീപിലുള്ള ക്ഷേത്രങ്ങളാണ് അടുത്തുള്ള ക്ഷേത്രങ്ങൾ മാത്രമാണ്. ഗൗരമണ്ഡല പരിക്രം എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യും. ശിവാനന്ദസേന പ്രഭുരഭൃത്യ അന്തരംഗ പ്രഭുസ്ഥാനേ യായിതേ സവേ ലായേന കേന്ദ്ര സംഘം. ചൈതന്യ വൃക്ഷത്തിന്റെ 24ാമത്തെ ശാഖയ ശിവാനന്ദ സേനൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അതിവിശ്വസ്തനായ സേവകനായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് 24ാമത്തെ ശാഖയാണ് ശിവാനന്ദ സേനൻ. ഭഗവാന്റെ വിശ്വസ്ത സേവകനായിരുന്നു. ഭഗവാൻ ചൈതന്യ ഭഗവാനെ സന്ദർശിക്കാൻ ജഗന്നാഥ്പുരിയിലേക്ക് പോവുകയായിരുന്നു. എല്ലായ്പ്പോഴും ശിവാനന്ദ സേനന്റെ ആശ്രയം മാർഗദർശനവും സ്വീകരിച്ചിരുന്നു. എല്ലാവരും ശിവാനന്ദ സേനന്റെ ആശ്രയവും മാർഗദർശനവും സ്വീകരിച്ചിരുന്നു. പ്രതിവർഷേ പ്രഭുഗണ സങ്കേതലൈത നീലാചലേ ചലേ പദേ പാലന കരിയാം. ചൈതന്യ മഹാപ്രഭുവിനെ സന്ദർശിക്കുന്നതിന് ബംഗാളിൽ നിന്നും ജഗന്നാഥ്പുരിലേക്ക് എല്ലാ വർഷവും ഭക്തന്മാരുടെ ഒരു സംഘം അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയിരുന്നു. സംഘം വഴി യാത്രയിലാകുമ്പോൾ അദ്ദേഹം എല്ലാവരുടെയും സംരക്ഷണം ഏറ്റെടുത്തിരുന്നു. അപ്പോ ചൈതന്യ മഹാപ്രഭു നമുക്കറിയാം 18 വർഷത്തോളം ജഗന്നാഥ്പുരിയിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് എല്ലാ വർഷവും ബംഗാളിൽ നിന്നുള്ള ഭക്തന്മാര് അവിടെ പോകാറുണ്ട്. അപ്പൊ അവരെ ലീഡറായിരുന്നു. അവരെല്ലാം ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ശിവാനന്ദ സേന ആയിരുന്നു. ഇപ്പൊ വഴിയിൽ അവർക്കുള്ള ഭക്ഷണം അറേഞ്ച് ചെയ്യുക, അവരെ കൂട്ടിയിട്ട് ജഗന്നാഥിൽ കൊണ്ടുപോവുക, ചൈതന്യ മഹാപ്രഭുവിന് ദർശനം കൊടുക്കുക. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനോട് ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും.
ഭക്തേ കൃപാകരേന പ്രഭു ഏതിന സ്വരൂപേ സാക്ഷാത് ആവേശ ആവിർഭാവരൂപേ. ചൈതന്യ മഹാപ്രഭു സ്വഭക്തന്മാർക്ക് തന്റെ അഹൈതുകമായ കാരുണ്യം 3 രീതിയിൽ നൽകുന്നു. ഏതൊക്കെയാണ് 3 രീതികൾ? തന്റെ നേരിട്ടുള്ള അവതാരത്തിലൂടെ, അതായത് സാക്ഷാത് തന്റെ ശക്തിയിൽ മറ്റാരെങ്കിലും ആവേശിപ്പിച്ചുകൊണ്ട്, അതായത് ആവേശം, കൂടാതെ തന്റെ ആവിഷ്കാരത്തിലൂടെ ആവിർഭാവം. ഇതാണ് 3. അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 1 സാക്ഷാത്, 2 ആവേശം, 3 ആവിർഭാവം. ഇങ്ങനെ 3 തരത്തിലുണ്ട്. അപ്പൊ ഈ 3 രീതിയിൽ കാരുണ്യം വിതരണം ചെയ്യുന്നു. 1 നേരിട്ടുള്ള അവതാരത്തിലൂടെ, 2 ശക്തി ആവേശങ്ങൾ, അത് എംപവേർഡ് ഇൻകാർണേഷൻ, 3-മത്തേത് ആവിഷ്കാരങ്ങളിലൂടെ, അതായത് ആവിർഭാവം. ഇവിടെ നമ്മൾ ചൈതന്യ മഹാപ്രഭു നേരിട്ട് അവതരിച്ചത്, അതായത് ഭഗവാൻ തന്നെ നേരിട്ട് അവതരിച്ചതാണ്. ചൈതന്യ മഹാപ്രഭു സാക്ഷാത് എന്ന സവിശേഷത അവിടുത്തെ നേരിട്ടുള്ള സാധ്യമാണ്. ആവേശം എന്നത് മറ്റാരിലും നിക്ഷേപിക്കപ്പെട്ട ശക്തിയെ പ്രതിപാദിക്കുന്നു. ചൈതന്യമാവ് പലരെ എംപവേർഡ് ചെയ്തിരുന്നു നാമം പ്രചരിപ്പിക്കുക. അതിൽ പ്രഭുപാദരും ഒരാളാണ്. നകുല ബ്രഹ്മചാരി നിക്ഷേപിക്കപ്പെട്ടതുപോലെ ആവിർഭാവം എന്നത് ഭഗവാന്റെ നേരിട്ട് സന്നിഹിതനല്ലെങ്കിലും ഇവിടുത്തെ സാന്നിധ്യം അനുഭവപ്പെടുന്ന സവിശേഷതയാണ്. ഉദാഹരണത്തിന് ഭഗവാൻ വളരെ ദൂരെ ജഗന്നാഥ്പുരിയിലായിരിക്കുമ്പോഴും സച്ചി മാതാവ് സ്വഭവനത്തിൽ അവിടുന്ന് ഭക്ഷണം സമർപ്പിച്ചു. തദനന്തരം സച്ചി മാതാവ് കണ്ണു തുറന്നപ്പോൾ അത് യഥാർത്ഥത്തിൽ ചൈതന്യ മഹാപ്രഭു ഭക്ഷിച്ചതായി കാണപ്പെട്ടു. അതുപോലെ ശ്രീവാസ് ഠാക്കൂർ നാമസങ്കീർത്തനം ആചരിക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ അസാന്നിധ്യത്തിൽ എല്ലാവർക്കും അവിടുന്ന് സാന്നിധ്യം അനുഭവപ്പെട്ടു. ആവിർഭാവത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ചൈതന്യ മഹാപ്രഭു അവിടെ സാന്നിധ്യം ഇല്ലെങ്കിലും ആ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടു എന്നുള്ളത്. അതാണ് ഇവിടെ ആവിർഭാവത്തിന് ഉദാഹരണമായി പറയുന്നത്. സച്ചിമാതാവ് ഭഗവാൻ ഭക്ഷണം നൽകിയപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് ഭക്ഷിച്ചു. അപ്പൊ അവിടെ ചൈതന്യ മഹാപ്രഭു ഇല്ലായിരുന്നു, പക്ഷെ ചൈതന്യ മഹാപ്രഭു ആ ഭക്ഷണം സ്വീകരിച്ചു. അതുപോലെ ശ്രീവാസ് ഠാക്കൂറിന്റെ, നമ്മൾ മായപ്പൂർ പോകുമ്പോൾ കാണാം, ശ്രീവാസ് ഠാക്കൂറിന്റെ ഭവനത്തിൽ ഡെയിലി ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനം ചെയ്തിരുന്നു. അപ്പൊ അവിടെ ചില സമയങ്ങളിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ സാന്നിധ്യം ഇല്ല, എങ്കിലും അവർക്ക് ചൈതന്യ മഹാപ്രഭു സാന്നിധ്യം അനുഭവപ്പെട്ടു എന്നാണ്. സാക്ഷാദേ സകല ഭക്തദേഹേ നിർവിശേഷ നകുല ബ്രഹ്മചാരേഹേ പ്രഭുര ആവേശ. എല്ലാ ഭക്തരുടെയും സമക്ഷ ചൈതന്യ മഹാപ്രഭുവിന്റെ നേരിട്ടുള്ള അവതാരമാണ് സാക്ഷാത്. പ്രത്യേക ശക്തികളുടെ പ്രകടനം എന്ന നിലയിൽ നകുല ബ്രഹ്മചാരിയിലുള്ള അവിടുത്തെ ശക്തി ആവേശ ലക്ഷണങ്ങൾ ആവേശത്തിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമത് പറയുന്നത് എല്ലാ ഭക്തന്മാരുടെയും സമക്ഷം ചൈതന്യ മഹാപ്രഭുവിന്റെ നേരിട്ടുള്ള അവതാരമാണ് സാക്ഷാത്. ഇപ്പൊ നകുല ബ്രഹ്മചാരിയാണ് ഇവിടെ ഉദാഹരണം പറയുന്നത്. നകുല ബ്രഹ്മചാരി അവിടുത്തെ ശക്തി ആവേശ ലക്ഷണങ്ങൾ, അതായത് ആവേശത്തിന് ഉദാഹരണം, അദ്ദേഹത്തിന് എംപവർ ചെയ്തു എന്നുള്ളതാണ്. പ്രത്യുമ്ന ബ്രഹ്മചാരി താൻഹ ആകെ നാമച്ചില നൃസിംഹാനന്ദനാമ പ്രഭുരാപ്പാച്ചേ രാഖില. പ്രദ്യുമ്ന ബ്രഹ്മചാരിക്ക് ചൈതന്യ മഹാപ്രഭു നൃസിംഹാനന്ദ ബ്രഹ്മചാരി എന്ന നാമം നൽകി. താൻഹാദേഹൈല ചൈതന്യ ആവിർഭാവം അലൗകിക ഐച്ചേ പ്രഭുര അനേക സ്വഭാവം. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചൈതന്യന്റെ ആവിർഭാവത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം ആവിർഭാവങ്ങൾ അസാധാരണമാണ്. എന്നാൽ ചൈതന്യ മഹാപ്രഭു തന്റെ വ്യത്യസ്ത സവിശേഷതയിലൂടെ അത്തരത്തിലുള്ള ധാരാളം ലീലകൾ പ്രദർശിപ്പിച്ചു. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നൃസിംഹാനന്ദ ബ്രഹ്മചാരി എന്ന നാമം നൽകിയത്. ഭാവാർത്ഥം: നകുല ബ്രഹ്മചാരി ചൈതന്യ മഹാപ്രഭുവിന്റെ
ശക്തിയാവേശവും പ്രദ്യുമ്ന ബ്രഹ്മചാരി അവിടുത്തെ ആവിർഭാവവും പ്രദർശിച്ചുവെന്ന് ഗൗര ഗണേഷ് ദീപക 73-74 പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവരായ നൂറായിരക്കണക്കിന് ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരുണ്ട്. പക്ഷേ ഒരു ഭക്തൻ മഹാപ്രഭുവിന്റെ വിശേഷ ശക്തിയോടെ പ്രവർത്തിക്കുമ്പോൾ അവന് ആവേശം എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക സവിശേഷത പ്രകടമാകും. ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം സങ്കീർത്തന പ്രസ്ഥാനം വ്യാപിപ്പിച്ചു. കൂടാതെ എല്ലാ ഭാരത വർഷവാസികളും തന്റെ സമ്പ്രദായം സ്വീകരിക്കുകയും ലോകത്തിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് അവിടുന്ന് ഉപദേശിക്കുകയും ചെയ്തു. ആ ഉപദേശം പിന്തുടരുന്ന ഭക്തന്മാരിൽ ദൃശ്യമാകുന്ന ശാരീരിക ലക്ഷണങ്ങൾ ആവേശം എന്ന് വിളിക്കപ്പെടും. ശരിക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ പോലെ ലക്ഷണങ്ങൾ നകുല ബ്രഹ്മചാരി പ്രദർശിപ്പിക്കുന്നത് ശിവാനന്ദ സേനൻ നിരീക്ഷിച്ചു. കലിയുഗത്തിലെ ഏക ആത്മീയ ധർമ്മം ഭഗവാന്റെ ദിവ്യനാമത്തിന്റെ പ്രക്ഷേപണമാണെന്നും എങ്കിലും യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാക്ഷീകരിക്കപ്പെട്ട ഒരുവന് മാത്രമേ ആ ധർമ്മം നിർവഹിക്കാൻ കഴിയുന്നുവെന്നും ചൈതന്യ ചരിതാമൃതം പ്രസ്താവിക്കും. ഒരു ഭക്തൻ അപ്രകാരം ശാക്തീകരിക്കപ്പെടുന്ന പ്രക്രിയ ആവേശം എന്ന് വിളിക്കപ്പെടുന്നു. ചിലപ്പോൾ ഇതിനെ ശക്തി ആവേശം എന്നും വിളിക്കപ്പെടുന്നു. പ്രദ്യുമ്ന ബ്രഹ്മചാരി മുമ്പ് ഖാൽനയിലെ പിയാരിഗഞ്ച ഗ്രാമവാസിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരണവും ശ്രീ ചൈതന്യ ചരിതാമൃതം അന്ത്യലീല 2-ാം അധ്യായം, ശ്രീ ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡം 3-9 അധ്യായങ്ങളിൽ ഉണ്ട്. ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയെക്കുറിച്ചുള്ള വിവരണമാണ്. ചൈതന്യ മഹാപ്രഭു നേരിട്ട് പ്രത്യക്ഷനായെങ്കിലും പലരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാമം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇന്നും ഇസ്കോൺ പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നു, ഇസ്കോൺ എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ വൃക്ഷത്തിലെ ഒരു ബ്രാഞ്ചാണ്. അപ്പൊ നമ്മളും ഇതില് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ പങ്കെടുക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ആരുമല്ല എന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ മുഖാന്തരം എത്രയോ ആൾക്കാർ കൃഷ്ണാബോധം സ്വീകരിക്കുന്നു, അല്ലെ? അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്കൊരാളെ ഭക്തനാക്കാൻ കഴിയില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. പലപ്പോഴും നമ്മൾ പുസ്തക പ്രചരണത്തിന് പോകുമ്പോഴും അതുപോലെ പ്രചാരണത്തിന് പോകുമ്പോഴും ഒക്കെ പലരും നമ്മൾ നേരിട്ട് തന്നെ ചോദിക്കാതെ പലരും നമ്മളോട് ഇങ്ങോട്ട് വന്ന് നിങ്ങൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത്, നിങ്ങൾ ഭഗവത്ഗീതയാണോ ഞങ്ങളുടെ സത്സംഗം നടക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് പല ഭക്തന്മാർക്കും അനുഭവം ഉള്ളതാണ്. അപ്പോ അവര് പിന്നീട് ആശ്രമത്തിൽ വരികയും അല്ലെങ്കിൽ ഡിവോട്ടി കാണുകയും സംസാരിക്കുകയും നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുകയും പിന്നീട് അവര് വലിയ ഭക്തന്മാരായി ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഞാനാണ് ഇദ്ദേഹത്തിനെ പ്രീച്ച് ചെയ്ത് കൊണ്ടുവന്നത്. നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുക. യഥാർത്ഥത്തില് ഭഗവാൻ നമ്മുടെ ഉപയോഗപ്പെടുത്തുകയാണ്, അതായത് ഉപകരണമാക്കിക്കൊണ്ട് അവരെ ഭക്തനാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു അനുവാദമില്ലാതെ, സാങ്ഷൻ ഇല്ലാതെ നമുക്ക് ആരെയും കൃഷ്ണാബോധത്തില് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളും ഒരു തരത്തില് ചൈതന്യ ലീലയിൽ പങ്കെടുക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കണം എന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഭഗവാൻ നമ്മുടെ തീർച്ചയായും ഒരു ഉപകരണമാക്കും. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, കശ്യന്മേ പ്രിയകൃത്യമായി, ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്ന വ്യക്തി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരെക്കാളും പ്രിയപ്പെട്ട ഒരു വ്യക്തി ലോകത്തിലില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഇവിടെ ശിവാനന്ദ സേന ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ വളരെ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരിക്കല് ശ്രീ നിത്യാനന്ദ പ്രഭു തന്നെ ഇദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു പാസ്റ്റ് ടൈം നടന്നിട്ടുണ്ട്. കാരണം ഒരിക്കല് പ്രസാദ അറേഞ്ച്മെന്റ് എന്തോ ഒരു അപാകത വന്നു. അപ്പൊ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടി, ദേഷ്യം വന്നു. അപ്പൊ അങ്ങനെ ഒരു പാസ്റ്റ് ടൈം നടന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പക്ഷെ ശിവാനന്ദ സേന അത് നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ കാരുണ്യമായിട്ടാണ് എടുത്തത്. പക്ഷെ നമുക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കുക, നാളെ നമ്മൾ ആശ്രമത്തിൽ വരില്ല, അല്ലെങ്കിൽ
വിഷമം കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് പോയി പറയും, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പോ അതുപോലെ നമുക്കറിയാം ശിവാനന്ദ സേന അദ്ദേഹം ഒരു നായ്ക്ക്, അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഒരു നായ് കൂടെ വരുമായിരുന്നു. ആ നായ്ക്ക് മുക്തി കൊടുക്കുകയും ചെയ്തു. ചൈതന്യ മഹാപ്രഭുവിനെ നേരിട്ട് പ്രസാദം കൊടുക്കുകയും ആ നായ് പിന്നീട് ആകാശത്തേക്ക് ഉയർന്ന് ഭഗവാന്റെ 4 കൈകളുടെ രൂപം സ്വീകരിക്കുകയും ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തതായിട്ടുള്ള പാസ്റ്റ് ടൈംസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആസ്വാദിലായേ സഭാരസാസ്യ സേന ശിവാനന്ദ വിസ്താരി കഹിവേ ആകെ സഭ ആനന്ദ. ശ്രീ ശിവാനന്ദ സേനൻ സാക്ഷാത് ആവേശം, ആവിർഭാവം എന്നീ 3 ഭാവങ്ങൾ അനുഭവിച്ചത്. ഈ ആനന്ദകരമായ വിഷയത്തെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഇവിടെ ശിവാനന്ദ സേനയെ കുറിച്ച് പറയുമ്പോൾ 3 രീതി, നമ്മൾ പറഞ്ഞ 3 ഭാവങ്ങളും അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശ്രീ ശിവാനന്ദ സേനയെ കുറിച്ച് ഭക്തിനാഥ് സരസ്വതി ഠാക്കൂർ മഹാരാജ് ഇപ്രകാരം ഭരിക്കുന്നു. ശിവാനന്ദ സേനൻ ഹാലി ഷഹർ കൂടി അറിയപ്പെടുന്ന കുമാരഘട്ട നിവാസി മഹാപ്രഭുവിന്റെ മഹാഭക്തനുമായി. കുമാരഘട്ടയിൽ നിന്ന് 1.5 മൈലോളം അകലെ കാഞ്ചാടപാട എന്നറിയപ്പെടുന്ന മറ്റൊരു ഗ്രാമമുണ്ട്. അവിടെ ശിവാനന്ദ സേനനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഗൗര ഗോപാല വിഗ്രഹങ്ങളും അദ്ദേഹം തന്നെ സ്ഥാപിച്ച ഒരു കൃഷ്ണരായ ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്നു. പൂരിദാസൻ അഥവാ കവികർണ പുരാൻ എന്ന് കൂടി അറിയപ്പെടുന്ന പരമാനന്ദ സേനന്റെ പിതാവായിരുന്ന ശിവാനന്ദ സേനൻ വൃന്ദാവനത്തിലെ ഗോപികമാരായിരുന്ന വീരയുടെയും ഭൂതിയുടെയും സംയുക്ത രൂപമാണ്. തന്റെ പിതാവെന്ന് പരമാനന്ദ സേനൻ തന്റെ ഗൗരവ ഗണേശ ദീപികയിൽ 176 എഴുതുന്നു. ശിവാനന്ദ സേനൻ ബംഗാളിൽ നിന്ന് ജഗന്നാഥ്പുരിയിലേക്ക് യാത്ര ചെയ്തിരുന്ന മഹാപ്രഭുവിന്റെ എല്ലാ ഭക്തന്മാർക്കും മാർഗനിർദ്ദേശം നൽകുകയും അവരുടെ യാത്രാ ചെലവുകൾ സ്വയം വഹിക്കുകയും ചെയ്തിരുന്നു. ചൈതന്യ ചരിതാമൃത മധ്യലീല 16-ാം അധ്യായത്തിൽ 19 മുതൽ 27 ശ്ലോകങ്ങൾ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീ ശിവാനന്ദ സേനൻ, ചൈതന്യദാസൻ, രാമദാസൻ, പരമാനന്ദൻ എന്നിങ്ങനെ 3 പുത്രന്മാരുണ്ടായിരുന്നു. മുകളിൽ പറഞ്ഞതുപോലെ അവസാനത്തെ പുത്രൻ പിന്നീട് കവികർണ പുരാൻ ആയിത്തീരുകയും ഗൗര ഗണേശ ദീപിക രചിക്കുകയും ചെയ്തു. അപ്പോ ഗൗര ഗണേശ ദീപിക രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ കവികർണ പൂരൻ. അതായത് അദ്ദേഹമാണ് ഈ കൃഷ്ണലീലയിലെ ചൈതന്യലീലയിൽ ആരാണ് പങ്കെടുത്തിരിക്കുന്നത്, ഈ ലീലയിൽ പങ്കെടുക്കുന്നത് ആരെല്ലാമാണെന്ന് എഴുതിയ അദ്ദേഹമാണ്. ആ ബുക്കാണ് ഗൗര ഗണേശ ദീപിക. ശിവാനന്ദ സേനന്റെ പുരോഹിതനായിരുന്ന ശ്രീനാഥ് പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരു ശിവാനന്ദ സേനന്റെ പുരോഹിതനായിരുന്ന ശ്രീനാഥ് പണ്ഡിതനായിരുന്നു. വാസുദേവദത്തന്റെ അമിതമായ വ്യയം മൂലം ശിവാനന്ദ സേനൻ അദ്ദേഹത്തിന്റെ ചെലവുകളുടെ മേൽനോട്ടം വഹിക്കാൻ നിയോഗിക്കപ്പെട്ടു. അപ്പോ വാസുദേവദത്തൻ നമുക്കറിയാം പ്രഹ്ലാദന്റെ അവതാരമാണ്. അപ്പൊ അദ്ദേഹം സ്വന്തം ചെലവുകൾ നോക്കിയിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഗൃഹസ്ഥനാണ്, ഒരുപാട് പൈസ ചെലവാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇത് അതൊന്നും നോക്കാറില്ല, കുടുംബം നന്നായിട്ട് നോക്കാറില്ല. അപ്പോ അതിന് ശിവാനന്ദ സേനയോടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കും. അതാണ് ഇവിടെ പറയുന്നത്. ശിവാനന്ദ സേനൻ ചൈതന്യ മഹാപ്രഭുവിന്റെ സാക്ഷാത് ആവേശ ആവിർഭാവ സവിശേഷ യഥാർത്ഥത്തെ അനുഭവിച്ചു. അദ്ദേഹം ഒരിക്കൽ ജഗന്നാഥ്പുരിയിലേക്കുള്ള യാത്ര മധ്യ ഒരു നായ അദ്ദേഹത്തിന്റെ സഹവാസത്താൽ ആദ്യത്തെ വിവരിച്ചിരിക്കുന്നു. പിൽക്കാലത്ത് രഘുനാഥദാസൻ ഗോസ്വാമിയായി തീർന്ന ശ്രീ രഘുനാഥൻ വേണ്ടി പിതൃഗൃഹം വിട്ട് ഓടിച്ചോടിയപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മകനെ കുറിച്ചുള്ള വിവരം അറിയിക്കുന്നതിന് ശിവാനന്ദ സേനന് കത്തെഴുതുകയുണ്ടായി. ഈ ഒരു ശ്ലോകം കൂടെ വായിച്ചു. ഹരേ കൃഷ്ണ. ശിവാനന്ദ സേന കത്തെഴുതുകയുണ്ടായി. ശിവാനന്ദ സേൻ രഘുനാഥന്റെ പിതാവ് ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകുകയും പിന്നീട് രഘുനാഥന്റെ പിതാവ് രഘുനാഥദാസന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏതാനും ഭൃത്യന്മാരെയും കുറെ പണവും ശിവാനന്ദ സേൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഒരിക്കൽ ശിവാനന്ദ സേനൻ ചൈതന്യ മഹാപ്രഭുവിനെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും സമൃദ്ധമായി ഭക്ഷിപ്പിക്കുകയും ചെയ്തതിനാൽ ഭഗവാൻ അജീർണം ബാധിച്ച് ഏതാണ്ട് ഹരേ കൃഷ്ണ.
ഇപ്പൊ ശിവാനന്ദ സേനനും ചൈതന്യ മഹാപ്രഭുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം നൽകിയത് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു അത് രോഗാവസ്ഥയിലായതായിട്ടും ഇവിടെ പറയുന്നു. ശിവാനന്ദന്റെ മൂത്ത പുത്രൻ ചൈന്യദാസന് വിവരം അറിയിക്കുകയും മഹാപ്രഭു ദഹനക്കേട് ഭേദമാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവിടെ നൽകുകയും അപ്രകാരം മഹാപ്രഭു സംതൃപ്തനാകുകയും ചെയ്തു. അന്ത്യലീല 10-ാം അധ്യായം 142 മുതൽ 150 വരെയുള്ള ശ്ലോകങ്ങൾ ഇത് വിവരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഈ പാരഗ്രാഫ് വായിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഒരിക്കൽ ജഗന്നാഥ്പുരിയിലേക്ക് പോകവേ എല്ലാ ഭക്തന്മാർക്കും ഒരു ഗൃഹത്തിന്റെയോ പന്തലിന്റെയോ പോലും ആശ്രയമില്ലാതെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ തങ്ങേണ്ടതായി വരും. നിത്യാനന്ദ പ്രഭു ദുസ്സഹമായ വിശപ്പിനാൽ അസ്വസ്ഥനാക്കപ്പെട്ടതുപോലെ അത്യന്തം ക്രുദ്ധനായി തീരുകയും അപ്രകാരം ശിവാനന്ദന്റെ പുത്രന്മാര് മരിച്ചു പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു ലീലയാണ്. ഇപ്പോ ശിവാനന്ദ സേനയായിരുന്നു നമ്മൾ പറഞ്ഞു ഇതിന്റെ യാത്രാ ലീഡർ. ഇപ്പോ പലപ്പോഴും അക്കോമഡേഷൻ അല്ലെങ്കിൽ ഫുഡൊക്കെ ശരിയാവാതെ വരുമ്പോ അതായത് നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിനെ ശപിച്ചിരുന്നു എന്നിവിടെ പറയും. ശിവാനന്ദന്റെ പത്നി ഇതിൽ ദുഃഖിതനായി കരഞ്ഞു തുടങ്ങി. നിത്യാനന്ദ പ്രഭു പുത്രന്മാർ തീർച്ചയായും മരിക്കുമെന്നും അവർ ഗൗരവത്തിൽ ചിന്തിച്ചു. പിന്നീട് മടങ്ങി വന്ന ശിവാനന്ദൻ പത്നിയുടെ പരച്ചിൽ കണ്ടു പറഞ്ഞു, എന്തിനാണ് നീ കരയുന്നത്? നിത്യാനന്ദ പ്രഭു ആഗ്രഹിക്കുന്ന പക്ഷം നമുക്കെല്ലാം മരിക്കാം. ശിവാനന്ദൻ തിരിച്ചു വന്ന് കണ്ട നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തെ ശക്തമായി തൊഴിക്കുകയും തനിക്ക് കഠിനമായി വിശക്കുന്നു എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ആണ് തന്റെ ഭക്ഷണത്തിന് ക്രമീകരണം ചെയ്യാത്തതെന്ന് ആരായുകയും ചെയ്തു. സ്വന്തം ഭക്തന്മാരുള്ള അവിടുത്തെ പെരുമാറ്റം അങ്ങനെയാണ്. എല്ലാറ്റിന്റെയും ശിവാനന്ദ സേനന്റെ വിധാനങ്ങളെ ആശ്രയിക്കുന്ന വിശക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന പോലെ നിത്യാനന്ദ പ്രഭു പെരുമാറി. ഇപ്പൊ ഇതെല്ലാം ഭഗവാന്റെ പാസ്റ്റ് ടൈം ആണ്. പക്ഷെ ഇവിടെ നമ്മള് പലപ്പോഴും ശകാരങ്ങളും ശാപങ്ങളും ദേഷ്യവും ഒക്കെ കാണാം. പക്ഷെ ഇവരെല്ലാവരും ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കുന്നതില് ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിനെ പലപ്പോഴും അസ്വസ്ഥരാക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് നമ്മൾ ഉദാഹരണം പാഠങ്ങൾ പഠിക്കേണ്ടതാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ ശാപത്തിൽ പ്രതിഷേധിച്ച് ശിവാനന്ദ സേനന്റെ അനന്തരനായ ശ്രീകാന്തൻ സംഘം വിട്ടുപോവുകയും നേരിട്ട് ജഗന്നാഥപുരിയിലെത്തി മഹാപ്രഭുവിനെ കാണുകയും അവിടെ നിന്ന് അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയും ഉണ്ടായി. അപ്പം ഇതിൽ ഒരാൾക്ക് അതൃപ്തി ഉണ്ടായി. ആ സന്ദർഭത്തിൽ ചൈതന്യ മഹാപ്രഭു അന്ന് കുട്ടിയായിരുന്ന പൂരിദാസൻ തന്റെ കാൽ ഉറിഞ്ചി കുടിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞപ്രകാരമാണ് അദ്ദേഹത്തിന് സംസ്കൃത ശ്ലോകങ്ങൾ തക്ഷണം എഴുതാൻ കഴിഞ്ഞത്. ശിവാനന്ദന്റെ കുടുംബവുമായി തെറ്റിദ്ധാരണ ഉണ്ടായ സമയത്ത് ചൈതന്യ മഹാപ്രഭു തന്റെ നിവേദ്യത്തിൽ മുഴുവൻ ശിഷ്ടവും അവർക്ക് നൽകാൻ തന്റെ സ്വകാര്യ സഹായിയായ ഗോവിന്ദ ആജ്ഞാപിച്ചു. ഇത് ലീല 12-ാം അധ്യായത്തിൽ 53-ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നെ ഇനി തുടർന്ന് ശിവാനന്ദ സേനന്റെ പുത്രന്മാരും ഭൃത്താരും ചേർന്നുള്ള ഉപശാഖയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ 60 ശ്ലോകം മുതലാണ് ഇനി അടുത്ത വായിക്കേണ്ടത്. 60 ശ്ലോകം വരെ വായിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഒരു വിധത്തില് നമ്മൾ ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പോ ഭഗവാന്റെ ഭക്തന്മാർ ഉള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ സംഘം ചേർന്നുകൊണ്ട് ഭഗവാനെ സേവനത്തിൽ എത്രത്തോളം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഭഗവാന്റെ സേവനത്തില് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ശകാരം ഉണ്ടാവും, ചിലപ്പോ ശപിക്കും, ചിലപ്പോ ഓഫൻസുകൾ ചെയ്യാൻ സാധ്യതകളുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ സഹിച്ച് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ ചൈതന്യ ചരിതാമൃതം എപ്പോഴും നമുക്കൊരു മാതൃകയാണ്, മാതൃകയാക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. ഇപ്പൊ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇവിടെ നിർത്തുകയാണ്. 5:40 ഹരേ കൃഷ്ണ പ്രഭു. ഈ ജര നര മൃത്യു പിന്നൊന്നുകൂടി ഇല്ല പ്രഭു, അതെന്താണ് ജര നര? കുറച്ച് പറയാമോ മാതാജി? ഹരേ കൃഷ്ണ. ജര നര മൃത്യു പിന്നൊന്നുകൂടി ഇല്ല, 4 ഏതിനെ കുറിച്ചാ പറയുന്നത്? ഇത് സാക്ഷാത് ആവേശം ഭാവമാണോ? അതല്ല പ്രഭു,
ജര നര അങ്ങനെ 4 ഇല്ലേ? അത് ഒന്ന് ജന്മ, ജര മൃത്യു, നര ജനന, വ്യാധി. അതായത് വ്യാധി. ഓക്കെ. 4 കാര്യങ്ങള്. അതായത് ജനനം, മരണം, രോഗം, വാർദ്ധക്യം. ജനനം, മരണം, രോഗം, വാർദ്ധക്യം. അപ്പൊ ഈ 4 കാര്യങ്ങൾ, 4 പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. ഇന്ന് ശാസ്ത്രത്തിന്, ആധുനിക ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർക്ക് പരിഹരിക്കാൻ പെടാത്ത 4 പ്രശ്നങ്ങളാണ്. ഇല്ലേ? ജനനം ഉണ്ടാവും, മരണം ഉണ്ടാവും, രോഗമുണ്ടാകും, വാർദ്ധക്യം ഉണ്ടാവും. നമ്മുടെ തലമുടി താൽക്കാലികമായിട്ട് ഡൈ ഒക്കെ ചെയ്തിടാം, പക്ഷെ അതുകൊണ്ട് ഫലമില്ലല്ലോ. ആരെയും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല, രോഗം വരും. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ഭഗവാന്റെ സേവനം അല്ലെങ്കിൽ നാമജപം. അപ്പൊ ഇതിലുകൂടി നമുക്ക് ജനന മരണത്തെ അതിജീവിക്കാനും തിരിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് പോയി ഭഗവാനെ ശാശ്വതമായി സേവനം ചെയ്യാനും ഒരു അവസരം ഉണ്ടാകും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലെ, ഇവിടെ ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുഃഖാലയം അശാശ്വതം, അല്ലെ, ക്ലേശങ്ങൾ നിറഞ്ഞ ജീവിതമാണ്. അപ്പൊ ഇവിടെ നമ്മളെല്ലാം സഹിച്ച് ഭഗവാനെ സേവനം ചെയ്താൽ നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാം. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് ആത്മീയ ലോകം. രാഷ്ട്രീയക്കാർ പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമോ? ഹരേ കൃഷ്ണ മാതാജി. ഐശ്വര്യ മാതാജി ഇല്ലേ? ഹരേ കൃഷ്ണ. വാഞ്ചാകൽപ തരുഭ്യശ്ച കൃപാ സിന്ധു ഭജേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇവിടെ നമ്മൾ അധികം എക്സ്പ്ലനേഷൻ ഇല്ല, കാരണം ഇതെല്ലാം ശാഖകളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഓർമ്മിച്ചിരുന്നാൽ നല്ലത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. മാതാജി വിളിക്കോ? ശരി മാതാജി. മൊബൈൽ പ്രഭു ഇവിടെ നമ്മളെ നിത്യാനന്ദ പ്രഭു ഇങ്ങനെ തൊഴിച്ചു എന്നൊക്കെ പറയണില്ലേ? അപ്പൊ അവരൊക്കെ ശരിക്കും ബലരാമന്റെ തന്നെ കേൾക്കാൻ വയ്യ. നിത്യാനന്ദ പ്രഭുവേ ശിവാനന്ദനെ തൊഴിച്ചു എന്നൊക്കെയാണല്ലേ എഴുതിയതല്ലോ? അതെ, നെഞ്ചിൽ ചവിട്ടുകയൊക്കെ ചെയ്തു, ശകാരിച്ചു, പുത്രന്മാര് മരിച്ചു പോട്ടെ എന്ന് ശപിച്ചു. അതെ അതെ, അതൊക്കെ എന്താ? അതെല്ലാം ഭഗവാന്റെ ഒരു ലീലയുടെ ഭാഗമാണ്. കാരണം അവര് ശാശ്വതമായിട്ട് ഭഗവാന് സേവനം ചെയ്യുന്നവരാണ്, അല്ലെ, ഭഗവാന്റെ സന്തത സഹചാരികളാണ്. അവര് ഭഗവാൻ എന്ത് പറഞ്ഞാലും അത് അവര് സ്വീകരിക്കുകയും ഭഗവാന്റെ കാരുണ്യമായിട്ട് എടുക്കുകയും ചെയ്യും. നമ്മള് ശിഷ്ടാഷ്ടകര് ലാസ്റ്റ് ശ്ലോകം ഇല്ലേ? എന്താ ശ്ലോകം? ശിഷ്ടാഷ്ടകത്തിലെ ലാസ്റ്റ് ശ്ലോകം ഓർമ്മയുണ്ടോ? ഒരു മിനിറ്റ്. അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ എന്ത് ചെയ്താലും അങ്ങനെ തന്നെ ഇരിക്കും, ഒരിക്കലും ഞാൻ അങ്ങനെ ഇതായിട്ട് പോകും. അതായത് അതിന്റെ അർത്ഥം ഇതാണ്: കൃഷ്ണനല്ലാതെ ആരെയും ഞാൻ പ്രഭുവെ അറിയുന്നില്ല. അതേ എന്നെ ആശ്ലേഷത്താൽ അല്ലെ പൗരുഷത്താൽ വേദനിപ്പിക്കുകയോ എന്റെ മുന്നിൽ സന്നിഹിതനാകാതെ എന്നെ ഭഗ്നഹൃദയനാക്കുകയോ ചെയ്താലും എനിക്ക് അദ്ദേഹം അപ്രകാരം തന്നെയായിരിക്കും. അത് എന്തും ഏതും ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ഭക്തന്മാരെ ഉപയോഗിച്ച ഭഗവാൻ ഇതെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് പാണ്ഡവർക്ക് ഒരുപാട് ഉപദ്രവം കൊടുക്കും, അല്ലെ, കാരണം അവർക്കത് സഹിക്കാനുള്ള ശക്തിയുണ്ട്. പ്രഭുപാദർക്ക് 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നു. ഭക്തപ്രഹ്ലാദന് ഏതെല്ലാം രീതിയിൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ അത്രയും ആ ഒരു ക്ലേശം നമുക്ക് തരുന്നില്ല. നമ്മൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇസ്കോൺ വിട്ടുപോകും, നാമജപം സ്റ്റോപ്പ് ചെയ്യും, അല്ലെ, കാരണം നമ്മുടെ കോൺഷ്യസ് അത്രയേ ഉള്ളൂ. നമ്മൾ അത്രത്തോളം പരിശുദ്ധമായ ഭക്തിയിൽ വളർന്നിട്ടില്ല. ഇവിടെ നിരുപാധികമായി എന്നെ സമാരാധ്യനായ പ്രഭു ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ ഭക്തന്മാരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. എന്തും ചെയ്യാനുള്ള അധികാരം ഭഗവാനുണ്ട്, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അത് ഭക്തൻ
ഒരിക്കലും അത് നെഗറ്റീവായിട്ട് എടുക്കില്ല, അത് പോസിറ്റീവായിട്ട് ഭഗവാന്റെ കാരുണ്യമായിട്ടാണ് എടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് അസുരന്മാര്, ഭഗവാൻ ഏതെല്ലാം അസുരന്മാരെ കൊല്ലുന്നു അവർക്കെല്ലാം എന്താണ്? മുക്തി അല്ലേ? മുക്തിയാണ്. ആ, അതായത് പൂതന മോക്ഷം, ശിശുപാല മോക്ഷം അല്ലേ? അപ്പോ അതുകൊണ്ടാണ് ഘടോത്കചന്റെ മകൻ ബർബറി അദ്ദേഹം ഭഗവാനാൽ കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിച്ചു, ഭഗവാനോട് എതിർക്കുകയും ഭഗവാൻ അദ്ദേഹത്തിനെ സുദർശനം കൊണ്ട് കൊല്ലപ്പെടുകയും ചെയ്തു, വധിക്കുകയും ചെയ്തു. അപ്പൊ ഇതുപോലെ ഭഗവാൻ നേരിട്ട്, അതേസമയം ഗോപികമാർക്കും മുക്തിയുണ്ട് എന്നുവെച്ചാൽ അവർക്കും ഭഗവാൻ, പക്ഷെ രണ്ടും രണ്ട് രീതിയിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പൊ അവരെല്ലാം സാധാരണ വ്യക്തികളല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഭഗവാൻ എന്തെല്ലാം ക്ലേശങ്ങൾ തന്നാലും ജീവിക്കാനുള്ള ഒരു മനഃശക്തി നേടിയെടുക്കണം. അതാണ് നമുക്കുള്ള പാഠം. അല്ല നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇത്ര 16 മാല ജപിച്ചിട്ടും ഈ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നാമം ജപിച്ചിട്ടും നമുക്കൊന്നും നേടുന്നില്ല, അങ്ങനെയല്ല. നമ്മളിതെല്ലാം സഹിച്ച് ചെയ്യുമ്പോൾ ഭഗവാൻ നമുക്ക് തരുന്നത് ഏറ്റവും ഉയർന്ന കാര്യമാണ്. 3 കാര്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. ഒന്ന് പരിശുദ്ധമായ ഭക്തി, ഭഗവാന്റെ പ്രീതി, പിന്നെ വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ്. ഈ 3 കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. ഇന്നലെ നമുക്ക് മഹാരാജന്റെ ക്ലാസ് കേട്ടവർക്ക് അറിയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. പ്രഭു, ഗോപികമാർക്ക് അവർ പ്രേമഭക്തിയിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് അല്ലേ? അപ്പൊ അവർക്ക് മുക്തി എന്നുള്ള സാധനം ഇല്ലല്ലോ അല്ലേ പ്രഭു? അതെ, മുക്തി ഞാൻ പറഞ്ഞുള്ളൂ. സോറി, മുക്തിയല്ല, അവർക്ക് കൃഷ്ണപ്രേമമാണ്. സോറി, ഉപരിയായിട്ടുള്ളതല്ലേ കൃഷ്ണപ്രേമം. ഓക്കെ, എനിക്ക് സംശയം തോന്നി പ്രഭു. മുക്തി ഒരു ഭക്തനെ സംബന്ധിച്ചോളം മുക്തി എപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഡോർ സ്റ്റെപ്പിൽ വന്ന് നിൽക്കുകയാണ്. ഭക്തനെ സംബന്ധിച്ചിടത്തോളം മുക്തിക്ക് വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മുക്തി ആൾറെഡി അദ്ദേഹം മുക്തനാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അത് കറക്റ്റ് ചെയ്തത്. മുക്തി എന്നുള്ളതിന് പകരം കൃഷ്ണപ്രേമം. സാധാരണ ഭൗതിക ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മുക്തി എന്നുള്ളത്. അതെ അതെ. ഓക്കെ, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ക്ലോസ് ചെയ്യട്ടെ? ക്ലോസ് ചെയ്യും. അപ്പൊ 61 മുതലാണ് വായിക്കാനുള്ളത് കേട്ടോ. ഓക്കെ പ്രഭു. ഓക്കെ, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. 61 മുതൽ 10:61 മുതൽ. ശരി പ്രഭു, ശരി. മെസ്സേജ് ഇട്ടേക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.